ഇരട്ടക്കുടകളുമായി തിരുവമ്പാടി നേരത്തെ പാറമേക്കാവ് ഇരട്ടക്കുടകൾ കാണിച്ചു. അതിനൊരു പടി മീതെ നിന്നുകൊണ്ട് ഓറഞ്ച് നിറത്തിലുള്ള താഴത്തെ തട്ടിന് മുകളിൽ മറ്റൊരു കുടയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മഞ്ഞയും ചുവപ്പും ചേർന്നുള്ള കുട. ആ ഇരട്ടക്കുടയുമായി തിരുവമ്പാടി പാറമേക്കാവ് രൂപങ്ങളിലേക്ക് കിടക്കുന്നു. കഥകളി രൂപമല്ലേ തിളങ്ങുന്നത്? ഇത് നേരത്തെ കഥകളിയല്ല, കഥകളി രൂപം തന്നെയാണ്. അത് കൃത്യമായി ഏത് രൂപം എന്ന് പറയാൻ കഴിയില്ല. അത്രയേറെ കാഴ്ചകളാണ് ഇപ്പോൾ രൂപങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. കലാമണ്ഡലത്തിന്റെ നാട്ടിൽ കഥകളി രൂപം തന്നെ കുത്തിവെച്ചുകൊണ്ട് മറുപടി നൽകുകയാണ് പാറമേക്കാവ്. ഞങ്ങൾക്ക് പറയാനുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇതാ അതിമനോഹരമായ രൂപക്കുടകൾ നിർത്തിവെച്ചുകൊണ്ട് ഇത് പാറമേക്കാവ് ഒരു ചെക്ക് വയ്ക്കുകയാണ് തിരുവമ്പാടി കുടയിലാണോ അല്ലേ? കുടയിലാണോ തിരുവമ്പാടിയുടെ മറുപടി എന്നാണ് നമ്മൾ കാത്തിരിക്കുന്നത്. തിരുവമ്പാടി ഇപ്പോൾ ഇരട്ട കുടകളാണ് ഉയർത്തിയിരിക്കുന്നത്. അതിനുള്ള ചെക്ക് തീർച്ചയായും പാറമേക്കാവ് വെച്ചിരിക്കുന്ന കഥകളി രൂപമാണെങ്കിൽ അതിനുള്ള മറുപടി തിരുവമ്പാടി രൂപങ്ങളിലേക്കാണ്. കഥകളി രൂപം തന്നെയാണോ അല്ലേ? ഏതെങ്കിലും നാടൻ രൂപങ്ങളാണോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷെ എന്തായാലും കേരളത്തിൻ്റെ ഓരോ കലാരൂപത്തെയും ഈ ആളുകൾക്ക് മുന്നിൽ ഞങ്ങൾ ഉൾച്ചേർത്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ആ നിമിഷങ്ങളാണ്. ഉദ്വേഗത്തിൻ്റെ നിമിഷം മറുവശത്തുണ്ട്. ആ മറുവശത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സ്വപ്നവേട്ട എത്രത്തോളം എന്ന് അറിയാൻ പോകുന്ന വേട്ടയാണ് നടക്കുന്നത്. ഈ രൂപങ്ങളാണ് വേട്ട. അടുത്ത ഇരട്ടയല്ല, 4 കുടകൾ ചേർന്ന 4 നിലകളുള്ള കുടകളാണ് ഇനി പാറമേക്കാവിന്റെ അടുത്ത വരവ്. ബഹുനില കുടകൾ. ഈ 4 നിലക്കുടയ്ക്ക് അതിമനോഹരമായ ഒരു മറുപടി തിരുവമ്പാടിയിൽ നിന്നുണ്ടാകും. അത് നമ്മൾ കാത്തിരിക്കുകയാണ്. നേരത്തെ ഉയർത്തിയ ആ കലാരൂപത്തിന്റെ ുള്ള മറുപടി ബഹുനില കുടയാണെങ്കിൽ ഇനി തിരുവമ്പാടി എന്തുയർത്തുമെന്നതാണ്. ഏറ്റവും സുന്ദരമായ സമയത്തിലൂടെ നമ്മൾ കുടമാറ്റ കാഴ്ചകൾ കടന്നു പോവുകയാണ്. ഓരോ വിഭാഗവും എടുത്തുയർത്തുന്ന കുടകൾ രൂപങ്ങൾ അതെല്ലാം അതിമനോഹരമായ രൂപമായി ദൃശ്യമായാണ്, സ്വർണ്ണവർണ്ണമാർന്ന ദൃശ്യമായാണ്. അതായത് ആനകളുടെ നെറ്റിപ്പട്ടങ്ങളിൽ തിരുവമ്പാടിക്ക് മറുപടിയുണ്ട്. രൂപങ്ങളിലേക്ക് തന്നെ തിരുവമ്പാടിയും ഉണ്ണിക്കണ്ണൻ, മയിൽപീലിക്ക് നടുവിൽ പ്രപഞ്ചം ഒരു ആലിലക്കണ്ണനാണ് ഇപ്പോൾ തിരുവമ്പാടിയുടെ മറുപടി. ഈ ആലിലക്കണ്ണൻ ആ പ്രളയോപരി ആലിലയിൽ കിടന്ന് നീന്തുന്ന കണ്ണന്റെ സങ്കല്പമാണ്, ആ ഉണ്ണിക്കണ്ണന്റെ സങ്കല്പമാണ് ഇപ്പോൾ തിരുവമ്പാടി അതിന് മറുപടിയായി നൽകിയിട്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആ പിന്നിൽ വിളക്കുകൾ തെളിയുമ്പോൾ, വൈദ്യുത വിളക്കുകൾ തെളിയുന്ന സായന്തനത്തിൽ അതിനെ കൂടി പൂർണ്ണമായും ഉൾച്ചേർത്തുകൊണ്ട് ആ പശ്ചാത്തലം കൂടി പരിപൂർണമായും സ്വീകരിച്ചുകൊണ്ട് പുതിയ നിറങ്ങൾ തിരുവമ്പാടി നൽകുന്നു. ആ ഇരുവിഭാഗവും സ്വന്തം പശ്ചാത്തലം എത്രത്തോളം അതുകൂടി ഇതാണ് മാനത്തിൻ്റെ പ്രകൃതിയെ കൂടി പൂർണ്ണമായും ചേർക്കുന്ന ഒരു കുടമാറ്റം. ഇതാണ് മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും മാനവും എല്ലാം ഒന്ന്. മനുഷ്യൻ സൗന്ദര്യത്തിൻ്റെ പരകോടിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒന്നും വിട്ടുകളയുന്നില്ല. ഒരു തരി പോലും, ഒരു തരിമ്പ് പോലും വിട്ടുകൊടുക്കാതെ സൗന്ദര്യാസ്വാദകരായി, സൗന്ദര്യോപാസകരായി മാറുന്നു. പൂരത്തിന്റെ ഓരോ ഘട്ടത്തിലുമുണ്ട്. ഇപ്പോൾ അത് കുടമാറ്റത്തിലാണ്. തിരുവമ്പാടിക്കണ്ണൻ പിൻവാങ്ങി വീണ്ടും വർണ്ണക്കുടകളിലേക്ക് തിരുവമ്പാടി പോകുന്നു. വർണ്ണക്കുടകൾ ഉയർത്തുന്നു. പാറമേക്കാവാണെങ്കിൽ ബഹുനില കുടകളുമായി 5 നില കുടകളുമായി